മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി മനുകുലത്തിലേക്ക് വന്നു പിറന്ന യേശുനാഥൻ കാൽവരിയോളം യാത്ര ചെയ്ത് കാൽവരി ക്രൂശിൽ മൂന്നാണിവേൽ ചോരത്തുള്ളികളോടുകൂടെ കാൽവരി ക്രൂശിലൂടെ തൻ്റെ പുണ്യാക രക്തത്തെ പാപത്തിൻ്റെ മറുവിലയ്ക്കായി നൽകുമ്പോൾ യേശു കർത്താവ് നാലാമതായി തൻ്റെ അധരങ്ങളിലൂടെ അരുൾ ചെയ്തു. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 45-46 വാക്യങ്ങൾ. 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണിനേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബത്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം വ്യക്തമാക്കി അരുൾ ചെയ്യുന്നത്, നീ എന്നെ കൈവിട്ടത് എന്ത്. മനുഷ്യ ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിൽ കൈവിട്ടുവോ എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ട്. സ്നേഹിതർ എന്നെ കൈവിട്ടുവോ? മാതാപിതാക്കൾ എന്നെ കൈവിട്ടുവോ? വൈദ്യശാസ്ത്രം എന്നെ കൈവിട്ടുവോ? എൻ്റെ ശരീരത്തിൻ്റെ ബലം എന്നിൽ നിന്ന് ക്ഷയിക്കുന്നുണ്ടോ? എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് എല്ലാം കൈവിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. ഈ 4-ാമത്തെ മൊഴിയിലൂടെ യേശു കർത്താവ് പറയുന്നത്, അന്ധകാരപൂർണമായിരിക്കുന്ന നിമിഷത്തിലും ദൈവികമായ ഉടമ്പടി നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു ചിന്തകൾ മാത്രമാണ്, ഒറ്റ ചിന്തയാണ് ചിന്തിക്കുന്നത്. ഒരു പുതിയ ഉടമ്പടി യേശുവിലൂടെ സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. 6-ാം മണി മുതൽ 9-ാം മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടായിരുന്നു എങ്കിലും യേശുവും ദൈവവുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ അടുത്ത ബന്ധത്തിലാണ് യേശു കർത്താവ് ചോദിക്കുന്നത്, എന്നെ കൈവിട്ടത് എന്ത്. അതിനു മുന്നോടിയായി എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് 2 പ്രാവശ്യം യേശു കർത്താവ് അരുൾ ചെയ്യുകയാണ്. വേദപുസ്തകം ഉടനീളം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, യേശുവിന് അന്ധകാരത്തിന്മേൽ അധികാരം ഉണ്ട് എന്നുള്ളതാണ്. സർവശക്തനായ ദൈവം എപ്പോഴൊക്കെ ഈ ലോകത്തിൽ കടന്നു വരുന്നുവോ അപ്പോഴെല്ലാം ഇരുട്ടുണ്ടാകുന്നതായി ബൈബിൾ വിവരിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ നമുക്കത് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. ദൈവത്തിൽ നിന്നും അബ്രഹാം ഉടമ്പടി സ്വീകരിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. അപ്പോൾ യഹോവ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശത്തെ സേവിക്കും എന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശലോമോൻ രാജാവ് യെരുശലേം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് ആലയത്തിൻ്റെ വാതിലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ 1 രാജാക്കന്മാർ 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നത്, അപ്പോൾ ശലോമോൻ താൻ കൂരിരുൾ വസിക്കണമെന്ന് യഹോവ അരുൾ ചെയ്തിരിക്കുന്നു. എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം
ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിന്മേൽ അധിപതിയാണ്. ആയതിനാൽ തന്നെ എന്ത് പ്രതികൂലതകളും എന്ത് പ്രതിസന്ധികളൊക്കെ കടന്നു വന്നാലും സർവശക്തനായ ദൈവം എൻ്റെ ദൈവമാണ്. അതാണ് യേശു കർത്താവ് 4-ാമത്തെ മൊഴിയിലൂടെ പഠിപ്പിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ഒരു പക്ഷേ കാൽവരി ക്രൂശും അവിടെ ആയിരിക്കുന്ന പുരുഷാരത്തിനും കാണാനായിട്ട് കഴിയുന്നത് അന്ധകാരം മാത്രമായിരിക്കാം. പക്ഷേ യേശുവിന് പറയാനായിട്ടുള്ളത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നുള്ളതാണ്. സർവശക്തനായ ദൈവം തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പനകൾ കൊടുത്തു. ആ 10 കൽപ്പന കൊടുക്കുന്നതിൻ്റെ പശ്ചാത്തലവും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം, ഈ വചനങ്ങൾ യഹോവ പർവ്വതത്തിൽ തീ, മേഘം, അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ സർവ്വസഭയോടും അത്യുച്ചത്തിൽ അരുൾ ചെയ്തു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ലോക ജീവിതത്തിൽ 6 മണി മുതൽ 9 മണി നേരം വരെ ഇരുട്ടായിരിക്കാം. ചില കാലഘട്ടങ്ങളിൽ അന്ധകാരത്തിൻ്റെ നാളുകളെന്ന് ചിന്തിക്കപ്പെട്ടേക്കാം, അങ്ങനെ വ്യാകുലപ്പെട്ടേക്കാം. പക്ഷേ അവിടെയും എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ, ഞങ്ങളെ കൈവിടരുതേ എന്നുള്ള അർത്ഥത്തിൽ കൈവിട്ടതെന്ത് എന്ന് യേശു കർത്താവ് ഉച്ചരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പുതിയ ഉടമ്പടി യേശു കർത്താവ് സ്ഥാപിച്ചതാണ്. ഈ ഉടമ്പടിയിൽ ദൈവവും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ദൈവവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൻ്റെ ഇരുട്ടിനോ ഈ ലോകത്തിൻ്റെ പ്രതിസന്ധികൾക്കോ അതിനെ കീഴടക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിലും ഇരുളാർന്ന നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാൻ തക്കതായ ആത്മീക ബന്ധം നമ്മളിൽ ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.